എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 4 വഴിയുള്ള അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ MG യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ ആയിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അഡ്മിഷൻ കിട്ടാതെ അതായത് അഡ്മിഷൻ ലഭിച്ച് TC വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/UGCAP2024/index.jsp എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഈ ഒരു MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് എന്ന് പറയുന്നത് cap.mgu.ac.in/UGCAP2024/index.jsp എന്നുള്ള ആ ഒരു പേജ് വഴിയാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ചെയ്ത ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകിയിട്ടായിരിക്കണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോർ ക്യാപ്പ് ഫൈനൽ അലോട്ട്മെൻറ്റ് 4 എന്നുള്ള ഈ ഒരു മുകളിലെ ഒന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വേണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട്. ഏകദേശം 600 രൂപയോളമാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഓരോ കോളേജിലുമുള്ള വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പ്രോഗ്രാംസ് എന്നുള്ള ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ കോഴ്സസ് കാണാം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ നേരെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് മൈനസ് ആയിട്ട് വരും. അപ്പോൾ അത് താഴെയായിട്ട് നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ ലിസ്റ്റും ആ ഒരു സമയത്ത് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്രോഗ്രാം ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നുള്ള കോഴ്സിൽ 3 സീറ്റ് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് സീറ്റ് ഏത് കോഴ്സിലാണ് സീറ്റ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഗാന്ധിയൻ സ്റ്റഡീസിൽ 2 സീറ്റ്, അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ 2 സീറ്റ്, അതുപോലെ തന്നെ ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഇതിൽ 1 സീറ്റ്, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഇതിൽ 0 സീറ്റാണ്. അപ്പോൾ അതിൽ സീറ്റില്ല. അതുപോലെ ഗ്രാഫിക് ഡിസൈൻ SF എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. അതുപോലെ സെൽഫ് ഫിനാൻസ് കോഴ്സിലാണെങ്കിൽ ഏകദേശം ഒരു വർഷം 20,000 രൂപ ഓരോ സെമസ്റ്ററിന് ഫീസ് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സെൽഫ് ഫിനാൻസ് അല്ലാത്തത് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എക്കണോമിക്സ് കാണാം, അതുപോലെ വിവിധ കോഴ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ കോളേജിലാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷൻ വെക്കേണ്ടത്. വേക്കൻസി ഇല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസിയുള്ള കോളേജിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇവിടെ ഇംഗ്ലീഷ് SF എന്ന് പറഞ്ഞാൽ അത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. ഇത് SF അല്ലാതെ അതായത് സാധാരണ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ സീറ്റ് വേക്കൻസിയാണ്. അപ്പോൾ BA ഇംഗ്ലീഷിൽ നിരവധി വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്കും വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഇതിൽ പരിശോധിച്ച് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതായത് ഒരു BC ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഇവിടെ SF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം, SF ഇല്ലാത്തത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെ കോളേജിൽ എത്ര വീതം സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയ്ഡഡ് കോളേജുകളിലാണ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചില കോളേജിൽ വേക്കൻസി ഇല്ല എന്നുള്ളതും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ സീറ്റും ഇതേ രീതിയിൽ തന്നെ വിവിധ വേക്കൻസീസ് എത്ര ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 0 വേക്കൻസികളെടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. അതുപോലെ തന്നെ BBA കോഴ്സിലും എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും അതിനുശേഷം ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുക. ആദ്യം തന്നെ അതുപോലെ തന്നെ BA ഹോണേഴ്സ് തമിഴിൽ അതായത് തമിഴ് ഭാഷയിൽ ഈ ഒരു 14 സീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കുക. അതുപോലെ താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇത് പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ശേഷം ഈ ഒരു കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസിയുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് അല്ലെങ്കിൽ ഈ ഒരു അവസരം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ നൽകിക്കഴിഞ്ഞാൽ 30-ാം തീയതിയോടെയാണ് ഇതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് ഹാജരാകണം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് 30-ാം തീയതി ഈ ഒരു വെബ്സൈറ്റിൽ മുകളിലായിട്ട് ഇതേപോലെ ലോഗിൻ എന്നുള്ളതൊക്കെ കൊടുത്തതുപോലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കോളേജ് സെലക്ട് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക. ആ ഒരു കോഴ്സിലുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ കൂടി സെലക്ട് ചെയ്യുക. സ്പെഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ നിൽ എന്ന ഓപ്ഷനാണ് ഉണ്ടാവുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോളേജിലെ റാങ്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ റാങ്ക് നോക്കുക, നിങ്ങൾ എത്രാം സ്ഥാനത്താണ്, അതുപോലെ ആ ഒരു കോളേജിൽ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ 30-ാം തീയതി തൊട്ട് 31-ാം തീയതിക്കുള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പോകുന്നതിന് മുമ്പായിട്ട് കോളേജിൽ വിളിച്ച് എത്ര രൂപ ഫീസ് എടുക്കണം എന്നുള്ള കാര്യം, PTF ഫണ്ട് എത്ര വേണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. PTF ഫണ്ട് ഏകദേശം ഒരു 3000-ഓളം രൂപ നിങ്ങൾക്ക് ഫീസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം എടുത്തവർക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 4-നായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 31-ാം തീയതി വരെയാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ രാത്രി വരെയൊക്കെ സൗകര്യം നൽകാറുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.